വിഴിഞ്ഞം തുറമുഖ സമർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. മെയ് 2-ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള സുരക്ഷാ പരിശോധന ഉൾപ്പെടെ പൂർത്തിയായി. പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖത്ത് നേരിട്ടെത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയുടെ ഔദ്യോഗിക സമർപ്പണത്തിന് ഇനി 4 ദിനം കൂടി മാത്രം ബാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങ് പ്രൗഢഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരിക്കും ചടങ്ങ് നടക്കുക. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിനാണ് ചടങ്ങ് നടത്തുന്നതിന്റെ ചുമതല. തുറമുഖത്ത് കമ്മീഷനിങ്ങിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു മുനമ്പിലാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്കും എല്ലാവരും ഏറെ ആവേശത്തോടെ ആഹ്ലാദത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ ഓരോ വിഭാഗവും ശരിക്കും ഇപ്പോൾ സുരക്ഷാ വിഭാഗം മുതൽ അവിടെ ഇപ്പോൾ നമ്മുടെ തുറമുഖത്തിനുള്ളിൽ തന്നെ ഹെലിപാഡ് സൃഷ്ടിക്കുന്നത് മുതൽ അങ്ങനെ ഓരോ കാര്യവും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന് നമ്മൾ വിഴിഞ്ഞം തുറമുഖം സമർപ്പിച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ തന്നെ സ്ഥാനം എന്നുള്ളത് നമ്മുടെ ലോക മാരിടൈം ഭൂപടത്തിൽ, അതായത് സമുദ്രാധിഷ്ഠിത ചരക്ക് ഗതാഗതം നടക്കുന്ന ആ ഒരു മാരിടൈം ഭൂപടത്തിൽ ഭാരതത്തിൻ്റെ തന്നെ സ്ഥാനം നെറുകയിലാകും എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലായിരിക്കും എത്തുക. വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം എത്തുന്നതിന് അതീവ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും റോഡ് പണി നടക്കുന്നതിനാൽ യാത്ര ദുഷ്കരമാവുകയും ചെയ്യും. അതിനാലാണ് ഹെലികോപ്റ്റർ മാർഗം തെരഞ്ഞെടുത്തത്. തുറമുഖത്ത് പോർട്ട് ഓപ്പറേറ്റ് ബിൽഡിങ്ങിനോട് ചേർന്ന് ഹെലിപാഡ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.